ഇപ്പോൾ ഹാവ്ലോക്ക് ഐലൻഡിൽ നിന്ന് എലിഫന്റ് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് സീ ലയൺ 11 എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൂടാതെ 9 പേരും നമ്മുടെ ക്യാപ്റ്റനും ആണുള്ളത്. ഓക്കെ, നമ്മൾ 15-20 മിനിറ്റിനകത്ത് ഈ എലഫന്റ് ബീച്ചിലെത്തും. എലഫന്റ് ഒരു ഐലൻഡാണ്. ഇവിടെ ധാരാളം വാട്ടർ സ്പോർട്സ് നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ട് സ്നോർക്കലിംഗ് അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ധാരാളം ഫൺ റൈഡ്സ് ഉണ്ട്, പാരാസൈലിംഗ് അടക്കമുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മളതിനകത്ത് സ്നോർക്കലിംഗ് ചെയ്തു, സൂപ്പറായിരുന്നു. കോറൽ റീഫ് ഉണ്ട്, ധാരാളം മീനുകളുണ്ട്, അവ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും കടലിൽ മഴ പെയ്യാൻ തുടങ്ങി. കുറേ നേരം കടൽ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കിടന്നു. അതൊക്കെ കഴിഞ്ഞ് മഴ കൂടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചു വിളിച്ചു. ഇതായിപ്പോൾ ബോട്ടിൽ കയറാൻ പോകണം. എലഫൻ്റ് ശരിക്കും ഒരു റിസർവ് ഫോറസ്റ്റാണ്. നമുക്കിതിനകത്ത് 3 മണിക്കൂറാണ് ബോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലവഴിക്കാൻ അനുവാദമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. എന്തായാലും നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ നല്ല വെയിലത്ത് കണ്ണടയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ടൊക്കെ പോയതാണ്. അപ്പോൾ അതേ എലിഫൻ്റ് ബീച്ചിൽ അറമാദിച്ചുകൊണ്ടിപ്പോൾ മഴ പെയ്ത് ഇപ്പം മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വന്ന മുക്കുവൻ്റെ മാതിരിയായി കടലിൽ നിൽക്കരെ പോകുന്നവർ. ആ പാട്ടല്ല, പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി അത് ഞാൻ കാറ്റത്ത് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ എലിഫൻ്റ് ബീച്ചിൽ നിന്ന് നേരെ വീണ്ടും ഹാവ്ലോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ചെല്ലാനത്ത് കടലാക്രമണം കാണാൻ വന്ന പോലെ